ബ്രഷ് ടൂൾ പോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന മറ്റൊരു ടൂളാണ് പെൻസിൽ ടൂള്. കീബോർഡിൽ ബി തന്നെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബ്രഷ് ടൂളിനെ അപേക്ഷിച്ച് പെൻസിൽ ടൂൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് വളരെ ഷാർപ്പായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ജാഗഡ് എഡ്ജസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലൈന് ബ്രഷ് കൊണ്ട് വരച്ചതാണ്, ഈ കാണുന്നത് പെൻസിൽ കൊണ്ട് വരയ്ക്കാം. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് എല്ലാം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ബ്രഷ് കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയുള്ളൂ. അതുപോലെ തന്നെ ഓട്ടോ ഇറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഇറേസ് ചെയ്ത് കളയാൻ, പെൻസിൽ ടൂൾ കൊണ്ട് തന്നെ ഇതിനെ ഇറേസ് ചെയ്ത് കളയാനായിട്ടും സാധിക്കും. ഇതിൽ കാണുന്ന മറ്റൊരു ടൂളാണ് കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ. കളർ റീപ്ലേസ്മെൻറ്റ് ടൂള് അത് പേര് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ടൂള് നമുക്ക് ആവശ്യമുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്ന് വലുതാക്കി എടുക്കാനായിട്ട് സാധിക്കും. വലുതാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്ന ഒരു കളറ് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കളർ ചേഞ്ചസ് എല്ലാം ചെയ്യാനായിട്ട് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നോക്കുക, കണ്ടോ? അതുപോലെ തന്നെ ആവശ്യമായ രീതിയിൽ ചിത്രങ്ങളെ കളർ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു ക്രോം കളറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ടൂൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കളർ സെലക്ട് ചെയ്യുക, ആവശ്യമായിട്ടുള്ള കളർ നമ്മൾ സെലക്ട് ചെയ്യുക. വെള്ളയും കറുപ്പ് ഒഴിച്ചിട്ടുള്ള ഏതെങ്കിലും കളർ നിങ്ങൾ കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളേഴ്സ് ഒറ്റ കളറായിട്ട് ചിത്രത്തിൽ പടരുന്നതായിട്ട് കാണാൻ പറ്റും. സിംഗിൾ കളേഴ്സ് എല്ലാം ഉപയോഗപ്പെടുത്തേണ്ടി വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. എന്നാൽ ഇതുപോലെ ഇതിനേക്കാൾ നല്ല ഉപയോഗമുള്ള, ഇതിൻ്റെ അതേ ഉപയോഗമുള്ള മറ്റൊരു സംഗതിയാണ് ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഇവിടെ കാണുന്ന ഹ്യൂ ആൻഡ് സാച്ചുറേഷൻസ് കൊടുക്കുക. അതിനുശേഷം ഇതിൽ കളറൈസ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടോ, മൊത്തമായിട്ട് ഒരൊറ്റ കളറിലായിട്ട് മാറിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ സ്ലൈഡേഴ്സ്, ഹ്യൂവിൻ്റെ സ്ലൈഡേഴ്സും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സ് ലഭിക്കും. കളർ റീപ്ലേസ്മെൻറ്റ് ടൂളിൻ്റെ ഒരു രീതിയിലും നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടോ, സാച്ചുറേഷൻ വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വളരെയധികം പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒരുപാട് ഉപകാരമുള്ള സംഗതിയാണിത്. ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ലൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും വളരെ നല്ല ചിത്രങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതുപോലെ തന്നെ ഇതിലെ മറ്റൊരു ടൂളാണ് ഈ കളർ റീപ്ലേസ്മെൻറ്റിൻ്റെ തന്നെ മറ്റൊരു രീതിയാണ് ഇവിടെ കാണുന്ന സാമ്പിളിംഗ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സാമ്പിളിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. ഇവിടെ സാമ്പിളിംഗ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സാമ്പിളിംഗ് വൺസ് എന്നുള്ളതാണ്. ഈ വൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ സെലക്ട് ചെയ്യുന്ന കളറ് ചിത്രത്തിൽ എവിടെയുണ്ടോ അതെല്ലാം ഫോർഗ്രൗണ്ട് കളറിലേക്ക് മാറും. ഇവിടെ നമ്മൾ നീലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീല പച്ച കളറായി മാറി. ഇനി അതിൻ്റെ ടോളറൻസ് ബേസ് ചെയ്തിട്ട് അതേ കളർ എവിടെയൊക്കെ ഉണ്ടോ ആ കളർ മാത്രമാണ് മാറ്റപ്പെടുന്നത്. കണ്ടോ, ഉദാഹരണമായിട്ട് ഈ പൂവിൻ്റെ കളർ കംപ്ലീറ്റ് ചുവപ്പ് കളറാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വയലറ്റ് കളർ ചുവപ്പ് കളറാക്കാനാണെങ്കിൽ ആ വയലറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ പൂവിന് വയലറ്റ് കളർ ഉണ്ടോ അതെല്ലാം ചുവപ്പ് കളറായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൗസിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ വിടാതെ വേണം ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോഴാണ് ഇത് മാറുള്ളൂ. ഇനി രണ്ടാമത്തെ തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കളറായിരിക്കും സാമ്പിളായിട്ട് സ്വീകരിക്കുന്നത്. ഇനി അടുത്ത ഇതിൽ കാണുന്നത് ഇതിനെ ബാക്ക്ഗ്രൗണ്ട് സാമ്പിളർ എന്നാണ് പറയുന്നത്. ഇതിനായിട്ട് നമ്മളൊരു കളർ, ബാക്ക്ഗ്രൗണ്ടിലെ കളർ ഏതാണോ അതിനെയെല്ലാം ഫോർഗ്രൗണ്ട് കളറിലേക്ക് മാറ്റും. ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ ഈ നീല കളർ മാറ്റി ചുവപ്പ് കളർ ആകണമെന്നുണ്ടെങ്കിൽ ഈ വെള്ള കളറിൽ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇനി നമുക്ക് ഈ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ഓടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറിന് തുല്യമായിട്ടുള്ള സമാനമായിട്ടുള്ള കളേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഇവിടെ മാറുന്നതായിട്ട് കാണാം. ഇതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് ഇതിൻ്റെ ടോളറൻസ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്കിവിടെ ഈ കളറിൻ്റെ അപ്ലിക്കേഷനും നമുക്ക് വ്യത്യാസപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഉണ്ടോ, അതേ കളറിലുള്ള ടോളറൻസ് വർദ്ധിപ്പിക്കും തോറും അതിൻ്റെ റേഞ്ച്, അപ്ലൈയിങ് ഏരിയ വർദ്ധിക്കുന്നതായിട്ട് കാണാം. കൂട്ടിയും കുറച്ചും ടോളറൻസ് അപ്ലൈ ചെയ്തിട്ട് പരിശോധിക്കുക.